നമസ്കാരം, എല്ലാവർക്കും സിനി സോൾമേറ്റ്സിന്റെ മറ്റൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വലതുവശത്തെ കള്ളൻ, ജീത്തു ജോസഫ് സാറിന്റെ പുതിയ സിനിമ. സർ, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആദ്യം എൻ്റെ ഉള്ളിലേക്കും മലയാളികളുടെ ഉള്ളിലേക്കും ആദ്യം എത്തുന്ന ഒരു കാര്യമുണ്ട്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഈ ലോകത്തെ തന്നെ അമ്പരിപ്പിച്ച ഒരു ബ്രില്യൻ്റ് സിനിമയും ബ്രില്യൻ്റ് സ്ക്രിപ്റ്റുമായിരുന്നു. പഴുതടച്ചുള്ള സ്ക്രിപ്റ്റ്. ഞങ്ങൾ നിങ്ങളുടെ സിനിമ കാണാൻ പോകുന്നത്, അതായത് ജീത്തു ജോസഫിൻ്റെ സിനിമ കാണാൻ പോകുന്നത് നടന്മാരെ നോക്കിയിട്ടല്ല, എങ്കിലും നിങ്ങളുടെ ആ ഒരു ക്രാഫ്റ്റിലുള്ള വിശ്വാസം കൊണ്ടതാണ്. വലതുവശത്തെ കള്ളൻ ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല, പക്ഷേ ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കുവാനും സാധിച്ചു. എങ്കിലും ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. നമുക്ക് നോക്കാം. ദിനു തോമസിന്റെ തിരക്കഥയ്ക്ക് ഒരു ആത്മാവുണ്ട്. അതായത് മനുഷ്യന്റെ ആ ക്രിമിനൽ മൈൻഡ് ഉണ്ടല്ലോ, അതിനെ ഒരു പസിൽ പോലെ മാറ്റിയെടുത്ത ആ ഒരു ബ്രില്യൻസ്, അത് മലയാളത്തിൽ അധികം ആരും പരീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയായിരുന്നു. വിഷ്ണു ശ്യാമിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നൽകുന്നുണ്ട്. സൗണ്ട് ഡിസൈനിങ്ങും സതീഷ് കുറുപ്പിൻ്റെ ആ ഒരു ഛായാഗ്രഹണവും ഇത് സിനിമയുടെ ആ ഒരു ത്രില്ലർ സ്വഭാവം നിലനിർത്തുവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. മെയിൽ ഷോവനിസം, ലഹരി മരുന്ന്, സൈക്കോപാത്ത്, അതേപോലെ സിസ്റ്റത്തിലെ പുഴുക്കുത്തുകൾ, ഇവയെല്ലാം ഈ സിനിമയിൽ കൊണ്ടുവന്നിങ്ങനെ ലയിപ്പിച്ചെടുത്തപ്പോഴത്തെ ഒരു റിയാലിറ്റി, ഈ ക്രൈം ത്രില്ലറിന് ഒരു റിയാലിറ്റി ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കാസ്റ്റിംഗ് ആൻഡ് പെർഫോമൻസ് നോക്കാം. ഈ സിനിമയുടെ കാസ്റ്റിംഗ് തന്നെയാണ് അടിപൊളി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ബിജു മേനോനും ജോജു ജോർജും അതിൻ്റെ കൂടെ ലെനയോട് ആയപ്പോഴത്തെ ഒരു പവർ കോംബോ ആയെന്ന് പറയാം. ബിജു മേനോൻ തകർത്ത് അഭിനയിക്കുകയാണ്. പക്ഷേ ഈ സിനിമയിൽ ജോജു ജോർജും ലെനയുടെ ചേരുമ്പോൾ അവരുടെ ആ ഒരു മകളുടെ കുറച്ച് ഇമോഷണൽ സീനുകളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായിട്ട് ചില സീനുകളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കണക്റ്റ് ആവുന്നുണ്ട്. ആ ഇമോഷൻ സീനൊക്കെ നല്ല രീതിയിൽ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ സിനിമയുടെ കാസ്റ്റിങ്ങിൽ നല്ല രീതിയിൽ പാളിച്ച വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഈ ജോജു ജോർജിനെയും അതുപോലെ ബിജു മേനോനെയും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കൂടുതലും ഞാൻ പറയുന്നു, ആ പോലീസ് സ്റ്റേഷനിലുള്ള കഥാപാത്രങ്ങളെല്ലാം കൂടുതൽ സമയത്തും ഡ്രാമാറ്റിക് ആയിട്ടാണ് അവർ അഭിനയിക്കുന്നത്. കൂടാതെ അവരുടെ ഈ ഡയലോഗ് പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ പല സ്ഥലങ്ങളിലും ഡയലോഗ് ഡെലിവറിയൊക്കെ ചിരിയൊക്കെ വരുന്ന കണക്ക്. ആ ഒരു ലേഡി ASI ഉണ്ട്, അവർക്കൊക്കെ പല ഡയലോഗ് പറഞ്ഞിട്ടും എന്ത് കോൺഫിഡൻസ് കാണിക്കുകയെന്നു ചിരിയൊക്കെ വരുന്ന ഒരു ഫീലാണ്. അതൊക്കെ ഈ സിനിമയുടെ ആഘാതത്തെ, അല്ലെങ്കിൽ ആ ഒരു ക്രൈം ത്രില്ലർ നമ്മളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വളരെയധികം കുറച്ചു പോയെന്നേ ഞാൻ പറയുന്നത്. കുറഞ്ഞു പോയി, അത് സത്യമാണ്, കുറഞ്ഞു തന്നെ പോയി. സിനിമയുടെ പ്ലോട്ട് ഗംഭീരമായിരുന്നു, പക്ഷേ ഈ സിനിമയുടെ അവതരണത്തിൽ ലോജിക്ക് പല സ്ഥലത്തും ഇല്ലാത്ത ഒരു ഫീലുണ്ട്. അതായത് ഈ പോലീസ് സ്റ്റേഷനിലെ ഒരു നാടകീയത, കുറേ സ്ഥലങ്ങളിൽ നാടകീയതയും ഈ ക്ലൈമാക്സിൽ ഒരു പഞ്ചില്ലാത്ത ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന നമ്മളിൽ ഉള്ളിലെങ്കിലും ഒരു ചിരി പടർത്തിയ, അല്ലെങ്കിൽ ചിരി വന്ന ഒരു സന്ദർഭമായിപ്പോയി എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു ത്രില്ലർ ഇമ്പാക്റ്റ് കുറഞ്ഞു പോയി. ആ സിറ്റുവേഷനിൽ വളരെ നല്ല ട്വിസ്റ്റുകൾ സമ്മാനിക്കുവാൻ സാധിക്കുന്ന ഒരു പ്ലോട്ടായിട്ടും ഈ തിരക്കഥയിലെ അപാകതകൾ കൊണ്ട് തന്നെ ഇതൊരു വൺ വേ ആയിട്ട് മാറിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഒരു പുതിയ പോലീസ് ഓഫീസറുടെ എൻട്രി ഉണ്ട്. അദ്ദേഹത്തിന് പോലും ഒരു വ്യക്തമായിട്ടുള്ള കൺക്ലൂഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട് സംവിധായകന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള നിലയിൽ ഈ സിനിമ ഗംഭീരമാണ്, ബോറടിക്കാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. പക്ഷേ ജീത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ, അതായത് ആ ദൃശ്യത്തിലെ പഴുതടച്ച എഴുത്തുണ്ടല്ലോ, ആ ഒരു സംവിധായകനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസിൽ നിന്നും നമ്മൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയുടെ ലോജിക് ഇല്ലായ്മയെക്കുറിച്ചും ഇവരുടെ സ്പോയിലറിനെ കുറിച്ചും ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് കാണുന്നത്, അതായത് സിനിമ കാണാൻ നിങ്ങളിത് കാണുവാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് സിനിമ കാണാൻ പോകുമ്പോൾ എന്നെ നിങ്ങൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എങ്കിൽ കൂടി ഞാനൊരു കാര്യം പറയട്ടെ, സിനിമ വളരെ ഗംഭീരമാണ്, നമുക്ക് ബോറടിക്കാതെ തിയേറ്ററിൽ ഇരുന്ന് കാണാം. ഒരു ആവറേജ് മൂവിയൊന്നുമല്ല, എബോ ആവറേജ്. പക്ഷേ ഈ എലമെൻറ്റുകളൊക്കെ കുറേയധികം ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് എത്തുന്ന ഒരു സിനിമയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ബിജു മേനോനും ജോജു ജോർജും ഗംഭീരമായിട്ട് ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പല കാസ്റ്റിങ്ങുകളിലെയും ആ ഒരു തിരക്കഥയുടെ അപാകത, ഇതാണ് ഈ സിനിമയിൽ കുറച്ചൊരു ത്രില്ലിംഗ് എഫക്റ്റ് കുറച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തൂ. താങ്ക്